തിങ്കളാഴ്ച നല്ല ദിവസമായിരിക്കില്ല എം.ആർ. അജിത് കുമാറിന്. തിങ്കളാഴ്ചയാണ് DGP റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് കൈമാറിയ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. സിജോ ബി ജോണാണ് വിശദ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിജോ, ഇതിനകത്ത് തെളിവുകൾ നശിപ്പിക്കാനും എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ തെളിവുകൾ നശിപ്പിക്കാനും ഡയറി തിരുത്താനും അദ്ദേഹം ഓഫീസിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം SIT നേരത്തെ തന്നെ കണ്ടെത്തിയതാണല്ലോ. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള കുരുക്ക് മുറുകുന്ന രീതിയിലുള്ള മൊഴികളുണ്ട്. മൊഴികൾക്കപ്പുറത്തേക്ക് സോളിഡായ തെളിവുകൾ കൂടി വേണ്ടിവരും. അല്ലെങ്കിൽ M.R. അജിത് കുമാർ ചോദ്യം ചെയ്താൽ ഒരു പക്ഷേ വീണ്ടും സർക്കാർ ആപ്പിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴുതടച്ച രീതിയിലുള്ള മൊഴികൾക്കൊപ്പം തെളിവുകൾ കൂടി ഹാജരാക്കിയതിനു ശേഷമാണോ ഇങ്ങനെ ഒരു വകുപ്പ് തല നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത് സർക്കാർ? അജിത് കുമാറിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസ് ഒരു നിമിഷം സിജോ, ഒരു നിമിഷം. അജയ് ജ്വൽ കുര്യാക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ശ്രീ അജയ് ജ്വൽ. ഇതാ തിങ്കളാഴ്ച അതായത് SIT അന്വേഷണം നടത്തി എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചത്. അതിൽ ADGPയുടെ ഓഫീസിനകത്ത് തന്നെ ഈ കേസ് ഡയറി തിരുത്തുകയും ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെല്ലാം കയ്യോടെ പിടികൂടിയതിനു ശേഷം അതിൻ്റെ തെളിവുകളും മൊഴികളും ഒക്കെ ഹാജരാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറാനൊരുങ്ങുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ADGP M.R. അജിത് കുമാറിനെതിരെ എത്ര കടുത്ത നടപടി വേണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപിച്ചിരിക്കുന്ന കുറ്റം ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ റിപ്പോർട്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കേസ് ആരോ ഒരാൾ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് തലത്തിലാണ് അദ്ദേഹം ഇടപെട്ടത്, അതിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ട്, ആ കേസിൽ ഏത് മൊത്തം മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നത്. ആ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിപ്പിച്ചു. അതിലൊക്കെ എന്താണോ നിയമപരമായി എടുക്കാൻ പറ്റുന്ന നടപടി അത് തീർച്ചയായും എടുക്കും. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ എന്താണോ നിയമപരമായി ചെയ്യേണ്ടത് അത് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ആ നടപടി എടുക്കണം എന്നുള്ള അല്ലെങ്കിൽ എന്താണോ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കേസ് ഈ ഗവൺമെന്റ് വന്ന കാലത്ത് ആദ്യത്തെ വിഷയമായി എടുത്ത് SIT രൂപീകരിച്ചത്. അപ്പോൾ M.R. അജിത് കുമാറിനെ തൊപ്പിത്തെറിച്ചത് കൊണ്ട് മാത്രമായില്ല, വലിയ മാനങ്ങളുള്ള കേസാണ്. ആർക്കു വേണ്ടി ഈ കേസ് അട്ടിമറിച്ചു എന്ന് വെച്ചാൽ സ്വന്തം നിലക്ക് സ്വന്തം താല്പര്യത്തിന് പുറത്ത് ഗൺമാന്മാർക്കെതിരായ കേസ് അട്ടിമറിക്കാൻ എന്തായാലും M.R. അജിത് കുമാർ നിൽക്കില്ല. അപ്പോൾ മുകളിൽ നിന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിലയിലേക്ക് കൂടി അന്വേഷണം പോകുന്നുണ്ടാവണം അല്ലെങ്കിൽ പോകണം എന്നൊരു മനസ്സാണോ നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്? ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഈ കേസ് സുതാര്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. ഞങ്ങളെ മർദ്ദിച്ച കേസ്, എന്നെയും തോമസിനെയും മർദ്ദിച്ച കേസ് വളരെ കൃത്യമായി വിഷ്വൽസിലൂടെ ഈ പൊതുജനം കണ്ടതാണ്. അതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നൽകി കോടതിയിൽ ചാർജ് സമർപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആവശ്യം. പക്ഷെ എന്നാൽ റഫർ ചാർജ് നൽകുകയും ഈ സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ അത് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു. അത് ഈ പ്രതികൾ ആണോ ഇടപെട്ടത്, അതോ പ്രതികളുടെ മുകളിലുള്ള ആൾക്കാരാണോ ഇടപെട്ടത്, അതോ ഈ ADGP ആണോ ഇടപെട്ടത്, അതോ ഈ P. ശശി ആണോ ഇടപെട്ടത്, അതോ അതിനു മുകളിൽ ആഭ്യന്തര വകുപ്പാണോ ഇടപെട്ടത് എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ADGP അജിത് കുമാറിലേക്ക് വിരലുകൾ ചൂണ്ടിയിരിക്കുന്നത്.